ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രജികുമാർ സാറിൻ്റെയും അതുപോലെ ജിജി മാമിൻ്റെയും അതിമനോഹരമായിട്ടുള്ള ഹോം ഗാർഡനാണ്. ഇത് വന്നിട്ട് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ എഴുകോണിൽ ആണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. എഴുകോൺ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് അടുത്താണ് ഈ ഒരു വീടിരിക്കുന്നത്. ഇവിടെ തിരുവാതിര ഹോം ഗാർഡൻസ് എന്ന പേരിൽ ഓൺലൈനായിട്ട് ചെടികൾ വിൽക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 3 വർഷമായി. അതിനു മുമ്പും ചെടികൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ട് ചെയ്യുന്നത് 3 വർഷമായിട്ടാണ്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപയോഗപ്രദമാണ്. കാരണം ആന്തൂറിയം ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടാത്ത ആരും തന്നെയില്ല. അതുപോലെ തന്നെ നാടൻ റോസ്, കലാഞ്ചിയോ, ഇതെല്ലാം നമ്മളുടെയൊക്കെ ഫേവറേറ്റ് പ്ലാന്റ്സ് ആണ്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ ചാനലിലൂടെ തന്നെ ഒരുപാട് തവണ നമ്മൾ ആന്തൂര്യത്തിൻ്റെ കെയറിനെ പറ്റിയും അതുപോലെ തന്നെ വാട്ടർ പ്രൊപ്പഗേഷൻ, വെള്ളത്തിൽ എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ഇവിടെയുള്ള ആന്തൂര്യം 180 റുപ്പീസ്, 180 രൂപ തുടങ്ങിയാണ് സെയിലിന് വെച്ചിരിക്കുന്നത്. ഇവിടെ 2 തരത്തിലുള്ള ആന്തൂര്യമാണുള്ളത്, ഡ്രാഫ്റ്റ് വെറൈറ്റിയിലുള്ളതും അതുപോലെ മിനിയേച്ചറും. ഒന്ന് ഒരുപാട് പൊക്കം വെക്കാത്തതും അതുപോലെ തന്നെ കുറച്ച് ബുഷിയായിട്ട് വളർന്നു വരുന്ന രീതിയിലായിട്ടുള്ള പ്ലാന്റ്സാണുള്ളത്. ചിലർ ഇൻഡോറായിട്ട് വെക്കുന്നവരുണ്ട്, ചിലർ ഔട്ട്ഡോറായിട്ട് വെക്കുന്നവരുണ്ട്. അപ്പോൾ ഔട്ട്ഡോറായിട്ട് നമ്മൾ ഈ പ്ലാന്റ്സ് വളർത്തുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തായിട്ട് ഈ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇലകൾ കരിയുന്നതൊക്കെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഷെയ്ഡുള്ള ഏരിയയിൽ, ബാൽക്കണിയിലോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വലിയ മരത്തിൻ്റെ തണലിൽ വേണമെങ്കിൽ അത് വെക്കാം. അങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഏത് ഭാഗത്തും ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്നു വരുന്നത് കാണാം. ഇപ്പം ഈ ഒരു ആന്തൂര്യത്തിൽ തന്നെ അതിൻ്റെ വേരിയേഷൻസ് കണ്ടോ, ഫ്ലവേഴ്സിലുള്ള വളരെ ഭംഗിയാണ്. അത്രയും നമ്മൾ കോമൺ ആയിട്ട് കാണാത്ത ഒരു വെറൈറ്റിയും കൂടിയാണിത്. ആന്തൂറിയം പ്ലാന്റ്സ് എങ്ങനെ റീപോർട്ട് ചെയ്യണം എന്നുള്ളത് നോക്കാം. ആദ്യം വേണ്ടത് കൊക്കോപീറ്റാണ്, ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ തന്നെ ആറ്റുമണൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ആറ്റുമണൽ കിട്ടാത്തവരാണെങ്കിൽ സാധാരണ ഗാർഡൻ സോയിൽ ഉപയോഗിക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പെർലൈറ്റും കൂടെ ഇടുന്നത് നല്ലതാണ്. വായുസഞ്ചാരം കുറച്ചും കൂടെ എളുപ്പം നടക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് ഏത് ഫംഗിസൈഡ് വേണമെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. ഇപ്പം ഉപയോഗിച്ചിരിക്കുന്നത് സാഫിൻ്റെയാണ്, അതല്ലെങ്കിൽ സ്യൂഡോമോണസോ ഏത് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഏതാണോ അത് നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊരു ആന്തൂര്യത്തിൻ്റെ തൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പോട്ടിൽ തിങ്ങി നിൽക്കുമ്പം നമുക്കതൊന്ന് വലിയ പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് മണ്ണ് അതിൻ്റെ അകത്ത് നിർത്തുന്ന രീതിയിലെടുക്കുക. എന്നിട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സോടുകൂടി അതിനെ നട്ടു കൊടുക്കാം. കുറച്ച് വലുപ്പമുള്ള പോട്ടാണ് എപ്പോഴും ആന്തൂര്യത്തിന് നല്ലത്. വളരുന്ന അനുസരിച്ചിട്ട് പോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ ഈ ഒരു പോട്ട് മതിയാവും, കാരണം ഇതിൽ തന്നെ നല്ല ബുഷിയായിട്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 2-3 പൂക്കളുണ്ട്, നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. ഇനിയും ഇത് ഒരു ചെറിയ തൈ ആണെങ്കിൽ ഏകദേശം പൂക്കൾ വരാനുള്ള ഒരു സമയമാകുമ്പം 19 ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ക്ലേ ബോൾസ് ആണ്. നമ്മൾ പെബിൾസ് ഇടുന്നതിന് പകരമായിട്ട് ക്ലേ ബോൾസ് ഇടുവാണെങ്കിൽ കുറച്ച് എക്സസ് ആയിട്ടുള്ള വെള്ളം കൂടുതൽ നമ്മൾ ഒഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ ക്ലേ ബോൾസ് പെട്ടെന്ന് തന്നെ ആ വെള്ളം അബ്സോർവ് ചെയ്യാനായിട്ടുള്ള ഒരിതുണ്ട്. പിന്നെ കാണാനും ഒരു ഭംഗിയാണ്. ഇതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് ഇൻഡോറായിട്ടും വെക്കാം, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ചെറിയ തൈയൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് ഗ്രീൻ കെയർ കൊടുക്കാം.
അതുപോലെ തന്നെ 19 നമുക്ക് ആഴ്ചയിൽ ചുവട്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. നിറയെ പൂക്കളോട് കൂടിയാണ് ഇപ്പോഴത്തെ എല്ലാ വെറൈറ്റീസിലുള്ള ആന്തൂറിയംസ് വരുന്നത്. ജിജി മാമിനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മൊബൈലിൽ എടുക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾ മിസ് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറുപടി അയക്കുന്നതായിരിക്കും. ഇനിയുള്ളത് റോസാണ്. വളരെ മനോഹരമായിട്ടുള്ള റോസ്. ഒരു ചട്ടിയിൽ തന്നെ 4 തൈകളാണുള്ളത്. നിറയെ പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പം ഈ റോസും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. 4 തൈകളോട് കൂടിയ ഈ റോസിന് 200 രൂപയാണ് വരുന്നത്. അപ്പം കൊറിയർ ഫെസിലിറ്റി ഉണ്ട്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോൺടാക്റ്റ് നമ്പർ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് റോസിൻ്റെ കളക്ഷൻസാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. റോസ് കെയറിനെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കെയറിങ് രീതിയും അതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതിയും അതിൻ്റെ ടിപ്സും ഒക്കെ നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. റോസ് കളക്ഷൻസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പൂന്തോട്ടത്തിന് അഴക് പകർന്നു നിൽക്കുന്ന ചെടിയാണ് ആന്തൂറിയം. വിവിധ നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നു. എന്നാൽ ഇത് അലങ്കാരത്തിന് മാത്രമല്ല, ആദായവും കൂടെ നേടിത്തരുന്നതാണ്. പൂക്കൃഷിയിൽ ഒന്നാമതാണ് ആന്തൂറിയം. ബൊക്കെ നിർമ്മാണത്തിനും അതുപോലെ തന്നെ സ്റ്റേജ് ഡെക്കറേഷനും ഒക്കെ ഈ പൂവിൻ്റെ ആവശ്യം നമുക്കറിയാവുന്നതാണ്. ആന്തൂറിയം ചെടിയുടെ പൂക്കൾക്ക് വൻ ഡിമാൻഡാണ്. ഇന്നിപ്പോൾ പൂക്കടയിൽ ചെന്ന് ഒരു പൂവിന് പോലും ഏറ്റവും കുറഞ്ഞത് 40 രൂപ അവർ വാങ്ങിക്കുന്നുണ്ട്. ആ പൂവിൻ്റെ സൈസ് അനുസരിച്ചും അതുപോലെ തന്നെ അതിൻ്റെ കളർ അനുസരിച്ചും ഇതിൻ്റെ വിലയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ ഞാൻ കണ്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളെല്ലാം തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നതാണ്. അതുപോലെ പൂക്കൾക്കൊക്കെ നല്ല വലുപ്പവുമുണ്ട്. ആന്തൂറിയം നമുക്ക് തൈകളായിട്ട് നടാം, അല്ലാന്നുണ്ടെങ്കിൽ തണ്ട് മുറിച്ച് വേണമെങ്കിലും നടാം. വെള്ളത്തിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ വേരുകൾ വന്നതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. അപ്പം ഇതിൽ കാണുന്ന റെഡ് കളർ ഫ്ലവേഴ്സൊക്കെ ഇതൊരു ഭംഗിയാണ് കാണാനായിട്ട്. ആ പൂക്കളുടെ വലുപ്പവും ഒക്കെ എന്നും എത്ര കൊല്ലം കഴിഞ്ഞാലും ആന്തൂറിയത്തിൻ്റെ ഡിമാൻഡ് ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ജിജി മാമിൻ്റെ കയ്യിൽ ഫെലനോപ്സിസ് ഓർക്കിഡ്സ് ധാരാളമായിട്ടുണ്ട്. സെയിലിന് വെച്ചിരിക്കുന്നതാണ്. ഇതിന് വന്നിട്ട് 580 റുപ്പീസാണ് വരുന്നത്. നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പൂക്കൾ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം. ഇലകളും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ്. അതിൻ്റെ റൂട്ട്സൊക്കെ ചിലതൊക്കെ മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് കൊറിയറിൽ പ്ലാന്റ്സ് എല്ലാം വിടുന്നത്. ഓൾ ഓവർ ഇന്ത്യ കൊറിയർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇനി നമുക്ക് ജിജി മാമിൻ്റെ ഓർക്കിഡ് കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കാം.
നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഓർക്കിഡിൻ്റെയും അതുപോലെ ആന്തൂര്യത്തിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ടെങ്കിൽ അത് എത്ര വെറൈറ്റീസ് ഉണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജിജി മാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.